ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്ക് ഒപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മലപ്പുറം മുൻ ജില്ലാ സെക്രട്ടറിയും ഒക്കെയായ EN മോഹൻദാസ് ആണ്. നമുക്ക് സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ശ്രീ EN മോഹൻദാസ്, ഗുഡ് മോർണിംഗ്. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ശ്രീ EN മോഹൻദാസ്, ഇപ്പോൾ സംസ്ഥാനം ഒട്ടാകെ കാലവർഷമാണ്, മഴയാണ്. പക്ഷേ നിലമ്പൂരിൽ അങ്ങനെയല്ല. നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ? 19-ാം തീയതി നടക്കാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പൂർണ്ണമായി സുസജ്ജമാണ്. സംഘടനാ മെഷീനറിയാകെ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പര്യാപ്തമായ രൂപത്തിൽ തയ്യാറായിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സജീവമായി ആരംഭിക്കും. ശ്രീ EN മോഹൻദാസ്, ഈ കഴിഞ്ഞ 15 വർഷമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ മുഖമായിരുന്നു PV അൻവർ. പക്ഷേ ഇക്കുറി PV അൻവർ തന്നെ രാജിവെച്ച് മറുപക്ഷത്ത് നിന്നുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് വരുന്നു. അത് ഇടതുമുന്നണിക്ക് എത്രത്തോളം നിർണായകമാണ്? ഈ തെരഞ്ഞെടുപ്പിൽ PV അൻവർ ഒരു ഫാക്ടറി അല്ല. നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPM-നും ശക്തമായ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചു. CPM-ൻ്റെ ഇടതുപക്ഷ മുന്നണിയുടെയും സഹായത്തോടു കൂടി അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം ഏതാണ്ട് 5 കൊല്ലം MLA ആയി നിൽക്കേണ്ട അദ്ദേഹം 15 മാസങ്ങൾക്ക് മുമ്പ്, തെരഞ്ഞെടുപ്പ് കാലാവധി തീരുന്നതിൻ്റെ 15 മാസങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷ മുന്നണിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു പോയി. UDF നടത്തിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അങ്ങനെ ഗൂഢാലോചനയുടെ ഭാഗമായി വന്ന ഒരു തിരഞ്ഞെടുപ്പാണിത്. ഇത് നിലമ്പൂരിൽ ജനത തിരിച്ചറിയും. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹം ഇടതുപക്ഷ മുന്നണി ബന്ധം വിച്ഛേദിച്ച് CPM-നെയും മുഖ്യമന്ത്രിയൊക്കെ വെല്ലുവിളിച്ച് നടന്നിട്ടും തീർച്ചയായും ഇപ്പോ ഈ PV അൻവറിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണമൊക്കെ അനുസരിച്ച് പിണറായി സത്തിനെതിരായ പോരാട്ടമായിരിക്കും, പിണറായി സത്തിനെതിരായ ജനവിധിയായിരിക്കും ഇത് എന്നാണ് PV അൻവറിന്റെ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം ഇടതു മുന്നണിയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനുള്ള ഇടയുണ്ടോ? ഒരു തരത്തിലും ബാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനം ആദ്യത്തേതല്ലല്ലോ. ചേലക്കരയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി മത്സരിച്ചില്ലേ, അന്ന് അദ്ദേഹം പറഞ്ഞല്ലോ പിണറായി സത്തിനെതിരായ പോരാട്ടമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഥ കഴിക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള വലിയ അവകാശവാദങ്ങളുണ്ടായി. പിന്നെ വലിയ 30,000-35,000 വോട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി പിടിക്കും, പാർട്ടി സ്ഥാനാർത്ഥി പിടിക്കുമെന്നാണ് അവകാശപ്പെട്ടിരുന്നത്. വോട്ട് എണ്ണിയപ്പോൾ നമ്മൾ കണ്ടല്ലോ. ഈ നമ്മളീ പറയുന്ന പോലെ അൻവർ അങ്ങിപ്പോൾ പറയുന്ന പോലെ ഒരു ഫാക്ടർ അല്ലെന്ന് പറയുമ്പോഴും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എപ്പോഴും നിലമ്പൂർ UDF-നൊപ്പവും, എന്നാൽ അൻവർ സ്ഥാനാർത്ഥിയായതിനു ശേഷം നിയമസഭകളിൽ LDF-നൊപ്പവും ഒക്കെ നിന്ന സ്ഥലമാണ് നിലമ്പൂർ. അപ്പോൾ നമുക്ക് ഈ ചേലക്കര പോലെ PV അൻവറിനെ നിലമ്പൂരിൽ തള്ളിക്കളയാൻ പറ്റുമോ ശ്രീ EN മോഹൻദാസ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിലമ്പൂർ മണ്ഡലത്തിൽ LDF-നും CPM-നും ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ ഈ 7 പഞ്ചായത്തുകൾ ഒരു മുനിസിപ്പാലിറ്റിയിലും കൂടി 156 പിന്നെ വാർഡുകളാണുള്ളത്. ആ വാർഡുകളിൽ 77 വാർഡുകൾ LDF-ൻ്റെ മെമ്പർമാരാണ്. 77 വാർഡുകൾ, 76 വാർഡുകളിലാണ് UDF, ഒരു വാർഡിൽ BJP. അപ്പോൾ UDF-ൻ്റെ അടിത്തറയാണത്, LDF-ൻ്റെ അടിത്തറയാണ്. അതിന്റെ പുറമെ ഇപ്പോൾ ചുങ്കത്തറയൊക്കെ നമുക്കറിയാം. ചുങ്കത്തറയിൽ ഒരു ഭരണസമിതി വന്ന് 3 വട്ടം അവിശ്വാസമൊക്കെ പാസ്സാക്കേണ്ടി വന്ന, അവിശ്വാസ പ്രമേയമൊക്കെ വന്ന അസാധാരണമായ സാഹചര്യമുള്ള ഒരു സ്ഥലമൊക്കെയാണ്. അപ്പോൾ ഈ ചുങ്കത്തറയിലെയും പൊത്തുകല്ലിലെയും ഒക്കെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ശ്രീ EN മോഹൻദാസ്? ഇപ്പോൾ നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നല്ല ജനകീയ അടിത്തറയുള്ള മണ്ഡലമാണ്. അതിന് പുറമേ കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ, അത് അഭൂതപൂർവമായ വികസന പ്രവർത്തനങ്ങൾക്കാണ് മണ്ഡലം സാക്ഷ്യം വഹിച്ചത്. നേരത്തെ 4 നൂറ്റാണ്ട് കാലം കോൺഗ്രസിൻ്റെ
അനിഷേധ്യനായ നേതാവ് ശ്രീമാൻ ആര്യാടൻ മുഹമ്മദ്, അദ്ദേഹം ദീർഘകാലം മന്ത്രിയായിട്ടുണ്ട്, നൂറ്റാണ്ട് കാലം തുടർച്ചയായി MLA ആയിട്ടുണ്ട്. അന്ന് ഒരു വികസന പ്രവർത്തനവും ആ മണ്ഡലത്തിൽ നടന്നില്ല. തികച്ചും അവികസിതമായ ഒരു പ്രദേശമാണ്. എല്ലാവർക്കും അറിയാമല്ലോ, ചാലിയാറും 5 ഉപനദികളും നിലമ്പൂർ മണ്ഡലത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ യാത്രാക്ലേശം എന്ന് പറയുന്നത് ആ നിലമ്പൂർ മണ്ഡലത്തിൽ കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ് പലർക്കും നിലമ്പൂരിലെത്താൻ കഴിയുക. കാരണം നേരിട്ട് പാലങ്ങളില്ല, റോഡുകളില്ല, കിലോമീറ്ററുകൾ, മണിക്കൂറുകൾ ചെലവഴിക്കപ്പെടേണ്ട സ്ഥിതിയാണുള്ളത്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ 9 വർഷക്കാലത്തിനകത്ത് ചാലിയാറിൻ്റെ ഉപനദികളിലുമായി 11 മേജർ പാലങ്ങൾ, അതിൽ 6 ഉദ്ഘാടനം ചെയ്തു, 5 പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 270 കോടി രൂപയുടെ റോഡ് വികസനം, പുതിയ റോഡുകളുടെ നിർമ്മാണവും അതുപോലെ നവീകരണവുമായി 270 കോടി രൂപ അവിടെ ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ, 18ലെയും 19ലെയും പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ച മണ്ഡലമാണല്ലോ നിലമ്പൂർ. ആ നിലമ്പൂരിലെ ദുരിതമനുഭവിച്ചിരുന്ന വെള്ളപ്പൊക്കത്തിൻ്റെ ഭാഗമായും പ്രളയത്തിൻ്റെ ഭാഗമായി എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ മുന്തിയ പരിഗണന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും മുന്തിയ പരിഗണന നൽകിയ ഒരു മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം. ഈ ഗവൺമെൻറ് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ നിലമ്പൂരിലെ ജനത നേരിട്ട് കാണുന്നതാണ്. നിലമ്പൂരിൻ്റെ മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ട്. ഏറ്റവും നൂറ്റാണ്ട് കാലമായി ഒരു സ്വപ്നമായി നിലമ്പൂർക്കാർ കണ്ടിരുന്ന നിലമ്പൂരിൻ്റെ ബൈപ്പാസ് അതിൻ്റെ അവസാന ഘട്ടം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കാനുണ്ട്. നിരവധി വികസന പ്രവർത്തനങ്ങൾ അവിടുത്തെ ജനങ്ങൾ കാണുന്നതുമാണ്. അപ്പോൾ പക്ഷേ എങ്കിലും നമ്മൾ ഈ പറയുന്ന സമയത്തും ഇനി ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്താലും തിരഞ്ഞെടുക്കപ്പെടുന്ന MLAയുടെ കാലാവധി കഷ്ടിച്ച 1 വർഷമാണ്. അതിനുശേഷം 2 സുപ്രധാനമായ തിരഞ്ഞെടുപ്പുകളിലേക്ക് നമ്മുടെ സംസ്ഥാനം പോവുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്കും അതിന് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കും ഒക്കെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിനെ സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലായൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ? ഉപതെരഞ്ഞെടുപ്പുകൾ ഒരു സർക്കാരിൻ്റെ വിലയിരുത്തലായി അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റൂ? ഏതെങ്കിലും ഒരു 140 മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നടന്ന സാധാരണ അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നതല്ല. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറ നന്നായി വിപുലീകരിക്കപ്പെട്ടിട്ടുണ്ട്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോട് നല്ല മതിപ്പുണ്ട്. മറ്റൊന്ന്, ജനങ്ങളെ വഞ്ചിച്ച് ഇട്ടെറിഞ്ഞു പോയ, ജനങ്ങൾക്ക് 5 കൊല്ലം MLA ആയി തുടരുമെന്ന് വാഗ്ദാനം നൽകി മത്സരിച്ച് അത് വഴിയിൽ വെച്ച് ഇട്ടേച്ച് പോയിട്ടുള്ള മുൻ MLAയോടുള്ള കടുത്ത രോഷം നിലമ്പൂരിലെ വോട്ടർമാർക്കുണ്ട്. ശ്രീ N. മോഹൻദാസ്, ഒരൊറ്റ കാര്യം കൂടി. ഇപ്പോൾ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിനെ കുറിച്ചാണ് കേരളത്തിൽ ചർച്ച. കാരണം തിരഞ്ഞെടുപ്പ് തീയതി വന്നതിന് പിന്നാലെ ഇനി ആരായിരിക്കും സ്ഥാനാർത്ഥി? ഈ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ, UDFൻ്റെ കാര്യത്തിൽ ഇന്നിപ്പോൾ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നറിഞ്ഞതിനു ശേഷമാകുമോ ഇനി ഇടതു മുന്നണിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥിയൊക്കെ വരിക, പ്രഖ്യാപനമൊക്കെ വരിക? നാളെ നിർണായക യോഗമൊക്കെ ചേരുന്നുണ്ട്. ഒരു പൊതു സ്വതന്ത്രനെ ഇടതു മുന്നണി പരിഗണിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നു. എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പ്രതിയോഗികൾ ആരാണ് സ്ഥാനാർത്ഥി, അവരുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കിയിട്ടല്ല. നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയുന്ന ശേഷിയും അത് സ്വീകാര്യതയുമുള്ള ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിപ്പിക്കുക. അത് ഉടനെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കാര്യങ്ങളും സംസ്ഥാന കേന്ദ്രത്തിൽ നിന്നുണ്ടാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രാദേശിക മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ചിട്ടയായി നടത്തുന്നതിനാവശ്യമായിട്ടുള്ള പ്രോഗ്രാം അടുത്ത ദിവസം തന്നെ പ്ലാൻ ചെയ്തു പോകും. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ N. മോഹൻദാസ്, നമുക്കൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുക. താങ്ക് യു. അപ്പോൾ നിലവിലെ ഇടതുമുന്നണിയുടെ ഒരു പൊതു സാഹചര്യമൊക്കെ, നിലവിലെ ചർച്ചകൾ, കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മലപ്പുറം മുൻ ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന N. മോഹൻദാസ്.